അനുഭവപ്പെട്ട മേഖലകളിൽ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തഹസിൽദാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേർന്നു. ലെവിൻ, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ജിയോളജി വിഭാഗം പരിശോധന നടത്തിയിരിക്കുന്നത്? ഭൂചലനം അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെ തിരുമറ്റൻകോട് അടക്കമുള്ള പ്രദേശങ്ങളിലും കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും ദേശമംഗലം ഭാഗങ്ങളിലുമാണ് ഭൂചലനം ഉണ്ടായത്. രാവിലെ 8:15 ഈ പ്രദേശത്ത് ആളുകളെ ഭയചിതരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭൂചലനം ഉണ്ടായത്. ഏതായാലും അതേക്കുറിച്ച് ഈ പ്രദേശവാസികളായിട്ടുള്ള കുന്നംകുളം സ്വദേശികളായിട്ടുള്ള ഇയ്യൽ എന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ തന്നെയുള്ള ആളുകൾ അനുഭവസ്ഥ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഭൂചലനം ആണെന്ന് തിരിച്ചറിഞ്ഞത് ഇന്ന് രാവിലെ ശബ്ദം കേട്ടു. അപ്പോൾ കിണറ്റിൽ നോക്കിയത് മോട്ടർ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോഴാണ് വെള്ളം വരുന്നു. ഭൂചലനമാണെന്ന് ആദ്യം മനസ്സിലായിരുന്നോ? എന്തോ ശബ്ദം കേട്ടു. ആകെ ഓടി ശബ്ദം കേട്ടു. ഒരിക്കലും കേൾക്കാത്ത ഭയാനകമായിട്ടുള്ള ഈ ഭൂമികുലുക്കത്തിൽ ഇങ്ങനെ കേൾക്കാറില്ല. അത്രയും നമുക്ക് അനുഭവപ്പെട്ടു. കുലുങ്ങി. ലക്ഷ്മി, ഈ അനുഭവസ്ഥ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് പറയുന്നത്. ഇപ്പോൾ ജിയോളജി വകുപ്പും തഹസിൽദാർ അടക്കമുള്ള റവന്യൂ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇതിനോടകം ഭൂചലനം സ്ഥിരീകരിച്ചതായാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ ജില്ലാ ജിയോളജിസ്റ്റ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, ഭൂചലനം തന്നെയാണ് സ്ഥിരീകരിച്ചല്ലേ? ഭൂചലനം തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം റിക്ടർ സ്കെയിൽ 3 രേഖപ്പെടുത്തിയിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിക്കൊണ്ടത്. തിട്ടപ്പെടുത്താനായിട്ടുണ്ടോ? തീവ്രത ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിട്ടിയ റിപ്പോർട്ട് പ്രകാരം റിക്ടർ സ്കെയിൽ 3 രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരമാണ്. ജില്ലയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ജില്ലയുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് എരുമപ്പെട്ടി, പന്നിത്തടം, ഈ കുന്നംകുളം, ഇയാൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് റവന്യൂ വിഭാഗത്തിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. അതാണ്. അത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? ഇത്തരം ഒരു ഭൂചലനം തുടർചലനങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ടോ? നിലവിലെ വിശദമായി പരിശോധനയ്ക്ക് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഇതിനെ പറയാൻ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഫീൽഡ് പരിശോധന നടത്തി വരുന്നേ ഉള്ളൂ. മറ്റു സ്ഥലങ്ങളിലും പരിശോധന നടത്തും. തീർച്ചയായിട്ടും പരിശോധന നടത്തിയിട്ട് തീരുമാനിക്കും. ലക്ഷ്മി, ഇതുതന്നെയാണ് കുന്നംകുളത്ത് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലായി ഭൂചലനമാണ് ഉണ്ടായതെന്ന് ജില്ലാ ജിയോളജി വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും അടക്കമുള്ള ദുരന്ത നിവാരണ ഡിപ്പാർട്ട്മെൻറ്റും അടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായി. പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലടക്കം ഭൂചലനം സ്ഥിരീകരിച്ചതായാണ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും രാവിലെ ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് ആദ്യം എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിലെ കിണറ്റിലടക്കം ഭൂചലനത്തെ തുടർന്നുണ്ടായ തിരയിളക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾക്ക് ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യങ്ങളില്ല. ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും കുന്നുകുളത്തിനോട് ചേർന്ന പരിസര പ്രദേശങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ഭൂചലനം ഉണ്ടായെങ്കിലും അത്യാഹിതങ്ങളോ അപകടങ്ങളോ ആൾനാശമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഒന്നും രേഖപ്പെടുത്താത്തത് ആശ്വാസകരമായ കാര്യമാണ്. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്ന്.